വർമ്മസാറിന്റെ മുഖത്തൊഴിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. എത്ര തവണ അത് അവൻ എന്നോട് ചെയ്തതാണെന്നോ? ആ നീറ്റല് അതിന്റെ വേദന എന്താണെന്ന് അവൻ അറിയേണ്ടിയിരുന്നു. സമയം വരും ത്രേസ്യർത്തി. എല്ലാ വേദനയും അവനെ അറിയിക്കാൻ കഴിയുന്ന ഒരു സമയം. അതെ, കഴിയുമെങ്കിൽ മീരയെ കയ്യോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. വർമ്മസാറിന്റെ സ്വന്തം മോളെ പോലെ വളർത്തുകയല്ലേ. പെട്ടെന്നൊന്നും അവിടം വിട്ട് പോരാൻ അവൾക്ക് കഴിയില്ല. എന്തായാലും ഇന്ന് നമ്മൾ അവളെ നേരിട്ട് കാണും. ആ ലെറ്റർ അവിടെ കിട്ടിയത് മുതൽ അവള് കാത്തിരിക്കുകയായിരിക്കും. വിഷ്ണുവർദ്ധന്റെ എല്ലാ സൂത്രങ്ങളും മോളുടെ ഒറ്റ കത്തോണ്ടല്ല ഇല്ലാണ്ടായത്. അതിന്റെ ദേഷ്യം അവൻ ഒരു കാലത്തും മറക്കില്ല. അതെ, മക്കൾ നല്ലപോലെ കരുതണം. വർമ്മസാറിന്റെ ഓറഞ്ച് മോളുടെ സ്വത്ത് മുഴുവൻ കൈയടക്കാൻ ആഗ്രഹിച്ച് നടന്നവനാ. എല്ലാം നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യം അവനുണ്ടാവും. അവന്റെ ദേഷ്യത്തിനും അഹങ്കാരത്തിനും എല്ലാത്തിനും ഈ ഒരു അടി മതി ത്രേസ്യർത്തി. മീരെ വിവാഹം കഴിക്കുമെന്ന് വെല്ലുവിളി നടത്തിയിട്ട് അത് പരാജയപ്പെട്ടില്ലേ? ഈ തകർച്ച അവൻ വീട്ടിനകത്ത് അടച്ചിരുന്ന് കുടിച്ചു തീർക്കും. അതിനു മുൻപ് മീരെ നമ്മൾ കൊണ്ടുവരും. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. മോളെ, ത്രേസ്യടുത്തി അവളെ അന്വേഷിച്ചു എന്ന് പറയണം. ത്രേസ്യടുത്തി വിഷമിക്കാതിരിക്കും. അവളെ കണ്ട എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾ സംസാരിക്കും. വർമ്മസാറിനും അവളുടെ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. പോരെ? എന്നാ പിന്നെ താമസിക്കണ്ട, മക്കള് പോയിട്ട് വേഗം വന്നാട്ടെ. പോയിട്ട് ശരി. വാ. പോയിട്ട് വാ മക്കളെ. ശരി ചെല്ല്. പോയിട്ട് വരാം. ചെല്ല്. കേറ്. പോയിട്ട് വാ മക്കളെ. എന്റെ പറശ്ശിനി കടവ് മുത്തമ്മ. जनक जन जनक जनक जन जनक जनक जन जननना जनक जनक जन जनक जनक जन जनक जनक जन जननना ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നത്. മീര, മീര. ഹലോ. വെൽക്കം വെൽക്കം. ഓറഞ്ച്.
രണ്ടാത്മാക്കൾ. ആളൊഴിഞ്ഞ വീട്ടിൽ പ്രതികാരദാഹം തീർക്കാൻ പഴയ പ്രാണനാഥനിതാ. കൊന്നവനോട് മരിച്ചവർക്ക് പക തീർക്കാനുള്ള അവസരവുമായി തയ്യാറായി നിൽക്കുന്നു. ഇവിടെ ആരും ഇല്ലേ? ഞാനുണ്ടല്ലോ. പിന്നെ എന്റെ മീരയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവളും ഫാമിലിയും ഞങ്ങളുടെ പുതിയ വിവാഹ മണ്ഡപം കാണാൻ പോയിരിക്കുക. എന്റെ തട്ടകത്തിൽ കയറി വന്ന് ഒരു നെടുനീളൻ ഡയലോഗ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത് സുരേഷ് ഗോപി സ്റ്റൈലിൽ ഇറങ്ങിപ്പോയപ്പോ നീ എന്ത് കരുതി? നിന്റെ പ്രേമലേഖനം വായിച്ച് മീരയുടെ മനസ്സ് മാറിപ്പോയെന്നോ? മീര എവിടെ? അവളെ നീ എന്ത് ചെയ്തു? അപ്പോ മലയാളത്തിൽ പറഞ്ഞത് മാഡത്തിന് മനസ്സിലായില്ലേ? സത്യം പറ, വർമ്മ സാറ് മീരയല്ല എവിടെ? വീണ്ടും ചോദിക്കുന്നു. റെപ്പറ്റേഷൻ എനിക്ക് ഇഷ്ടമല്ല, എന്നാലും പറയുക. അവരെല്ലാം ഞാൻ പറഞ്ഞയച്ചു വിവാഹമണ്ഡപം കാണാൻ. അതായത് വിഷ്ണുവർദ്ധൻ മീരയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന സ്ഥലം കാണാൻ. ഇല്ല, ഈ വിവാഹത്തിന് മീര സമ്മതിക്കില്ല. ചേടാ, ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. ഞാൻ അയച്ച ആ ലെറ്റർ അവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ഈ വിവാഹത്തിന് തയ്യാറാവില്ല. അതെനിക്ക് ഉറപ്പാ. നീ അയച്ച ലെറ്റർ അത് ഇതാണോ മോളെ? ഇതാണോ? ഇതെങ്ങനെ നിന്റെ കയ്യിൽ?